കൊച്ചിയിലേക്കാണ് ഇനി പോകുന്നത്. കൊച്ചിയിൽ ആരാണുള്ളത്? ശരണാണുള്ളത്. ഗുഡ് മോർണിംഗ്. വെങ്കടേഷ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. മഴയൊന്നും ഇല്ല, ശമനമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ യെല്ലോ അലേർട്ടൊക്കെയാണ്. കാര്യമായിട്ട് മഴ കുറച്ച് ദിവസത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. മഴ ഇല്ലാത്ത ആ കൊച്ചിയിൽ നിന്ന് ചൂടോടുകൂടിയുള്ള വാർത്തകൾ എന്തൊക്കെയാണുള്ളതെന്നാണ് അറിയേണ്ടത്. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദ്യം ഈ ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ തെളിവ് ശേഖരണം തുടരുകയാണല്ലേ ശരൺ? ഈ പരാതിക്കാരനെതിരായ കള്ളപ്പണ കേസിന്റെ വിശദാംശങ്ങൾ തേടി ഇഡിക്ക് വീണ്ടും വിജിലൻസ് കത്ത് നൽകിയിരുന്നു അല്ലേ? വെങ്കടേഷ്, അതായത് ഈ വിജിലൻസ് കേസ് നിലവിൽ വന്ന മുതൽ അതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറാണ്. അപ്പോൾ ശേഖർ കുമാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കണം. അല്ലാതെ ഒരു ED ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അറസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ വിവാദമായി മാറും. അതുകൊണ്ട് കൂടിയാണ് ജാഗ്രതയോടുള്ള ഒരു നീക്കം തുടക്കം മുതൽ ഈ കേസിൽ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മറ്റ് പ്രതികളുടെ വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ തന്നെ റെയ്ഡ് നടത്തി അവിടുന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുത്തിരുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും അതിന്റെ FSL റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ FSL റിപ്പോർട്ടിൽ നിന്ന് തെളിവ് ശേഖരണം എന്നുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടന്നിട്ടുണ്ട്. ഇതിന് പുറമെയാണ് വിജിലൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത് നേരത്തെ EDക്ക് കൈമാറിയിരുന്നത്. അതായത് ഈ കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരെ നേരത്തെ PMLA കേസ് ഉണ്ടായിരുന്നു. ആ PMLA കേസിന്റെ പേരിലാണ് പിന്നീട് ED ഏജന്റുമാരെന്ന പേരിൽ ഈ പ്രതികൾ ഇയാളെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ED കേസിന്റെ PMLA കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. പക്ഷേ അതിലൊരു കൃത്യമായ മറുപടി EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് EDയുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കത്തുകൂടി നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് ഈ PMLA കേസിന്റെ ECRന്റെ വിശദാംശങ്ങളും ഒപ്പം തന്നെ പ്രതികൾക്ക് നൽകിയ സമൻസിന്റെ വിശദാംശങ്ങളും കൈമാറണമെന്നുള്ളതാണ്. എന്തായാലും ഈ കത്തിനോട് ഇനി ED എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ ഈ ഒന്നാം പ്രതിയായ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അപ്പോൾ അറസ്റ്റ്, നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 11 വരെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ വിജിലൻസിനോട് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിജിലൻസ് ചെയ്യുന്ന കാര്യം ഈ തെളിവുകൾ, അതായത് FSL റിപ്പോർട്ട് വച്ചുകൊണ്ടുള്ള തെളിവ് ശേഖരണം അവർ നടത്തുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ EDയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി വച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ, ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ശക്തമായി തന്നെ എതിർക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്.